Third eye activation. Okay. Third eye activation day 4. ഇപ്പം നിങ്ങൾ തേർഡ് ഐ ആക്ടിവേഷനെ കുറിച്ച് എന്തൊക്കെയാണ് വിചാരിക്കുന്നത്? ഈ 3 ദിവസം നിങ്ങൾ ചെയ്ത എക്സസൈസിൽ എന്താണ് റിസൾട്ട് വന്നത്? നിങ്ങൾക്ക് ആജ്ഞയിൽ നിന്ന് എനർജി അകത്തോട്ട് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അത് മിഡ് ബ്രെയിനിൽ നിന്നും എനർജി മുകളിലോട്ട് പോകുന്നത് നല്ല റിസൾട്ടാണ്. ബട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആജ്ഞയിൽ നിന്ന് അത് മനഃചക്രം ക്രാസാവുന്നു. ആജ്ഞയിൽ നിന്ന് മനഃചക്രം ക്രാസായി അത് അകത്ത് പോകുന്നു. അവിടെയാണ് മിഡ് ബ്രെയിനിലാണ് പീനിയൽ ഗ്ലാൻഡ് അതിൻ്റെ അസിസ്റ്റൻ്റാവുള്ള ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി. ആക്ച്വലി ഇവർക്ക് പീനിയൽ ഗ്ലാൻഡിന് ഇന്നൊരു പേര് ശിവപീഠം. ഹൈപ്പോതലാമസിൻ്റെ ഇന്നൊരു പേര് നാരായണപീഠം. ആൻഡ് മറ്റേ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ശക്തിപീഠം, പരാശക്തി പീഠം. അപ്പോൾ ഈ മിഡ് ബ്രെയിനിൽ തമിഴ് വർമ്മ ലിറ്ററേച്ചറിൽ പറയുന്നതെന്ന് വെച്ചാൽ മണിമഞ്ചം. എന്തോന്ന് മണിമഞ്ചം എന്ന് വെച്ചാൽ ഇത് മലയാളത്തിൽ എന്ന് വെച്ചാൽ അന്തപുരം. രാജാവ് റാണി ഇരിക്കുന്ന അന്തപുരം. രാജാവും റാണിയും ഉള്ള ബെഡ്റൂമിൻ്റെ പേരിലെ അന്തപുരം. ഇംഗ്ലീഷിൽ ഹേറം. അന്തപുരം എന്ന് വെച്ചാൽ രാജാവും റാണിയും ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് രാജാവ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റാണി. ഇത് രണ്ടുപേരും ഇരിക്കുന്ന സെൻറ്ററാണ് നിങ്ങൾക്ക് മണിമഞ്ച മിഡ് ബ്രെയിൻ. ഇത് ആക്ടിവേറ്റ് ചെയ്താൽ പ്ലഷർ ഉണ്ടാവും, ആനന്ദമയം ഉണ്ടാവും. ആ ആനന്ദമയം ഉണ്ടാവുന്നതിന് അവിടെ ഒരു ലിംബിക് പൂൾ ഒന്നുണ്ട്. ആ ലിംബിക് പൂളിൽ 1305 പ്ലഷർ ബഡ്സ് ഫ്ലോട്ടിങ് ആയിരിക്കുന്നു. അത് എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ താമരൈ പൂത്ത തടാകമതിൽ എന്ന് പറയും. താമരപ്പൂ വരയ്ക്കുന്ന ഈ കുളത്തിൽ നിങ്ങൾ ഇല അങ്ങനെ ആയിരിക്കും. ഒരു കല്ലത്തിക്കിട്ട ഇല എങ്ങനെ അനങ്ങുന്ന മാതിരി പ്ലഷർ ബഡ്സ് അനങ്ങിയാൽ നിങ്ങൾക്ക് ബ്ലിസ്ഫുൾ എക്സ്പീരിയൻസ് വരും. അപ്പോൾ ഇതിൽ ഒരു സീക്രട്ട് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തേർഡ് ഐ ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ കണ്ണ മൂടിയിട്ട് തന്നെ ധ്യാനം ചെയ്യണം. കണ്ണ മൂടിയിട്ട് ധ്യാനം ചെയ്യുന്നതിനും കണ്ണ തുറന്നിട്ട് ധ്യാനം ചെയ്യുന്നതിനും ഒരു വ്യത്യാസമുണ്ട്. കണ്ണ മൂടിയിട്ട് ധ്യാനം ചെയ്താൽ പീനിയൽ ഗ്ലാൻഡ് ആണാവും. എന്ന് വെച്ചാൽ അത് പീനിയൽ ഗ്ലാൻഡ് ഈസ് വെരി സെൻസിറ്റീവ് ടു ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ണടച്ചാൽ അത് ഇരുട്ട് ഇറ്റ് ലൈക്സ് ഡാർക്ക്നെസ്. അതേസമയം അതുകൊണ്ടാണ് ഈ കണ്ണ തുറന്നിട്ടിരുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെ ആക്ടിവേറ്റ് ആയിരിക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാരണം ഇറ്റ് ലൈക്സ് ലൈറ്റ് കിട്ടിയാലേ അത് ആക്ടിവേറ്റ് ആവും. ഇതിന് ഉദാഹരണമായിട്ട് നിങ്ങൾ ബെഡ്റൂമിലിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നല്ല ക്ഷീണം ഉറങ്ങുന്നത്. പിന്നെ കുറച്ച് നേരം കണ്ണ തുറന്ന് വെളിയിലുള്ള ലൈറ്റൊക്കെ കണ്ടാൽ ഉറക്കം പോകും. കാരണം വെച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണാവും. സോ നമുക്ക് ചില ആളുകൾ ഡൗട്ട് ചോദിക്കും, ഹാഫ് ക്ലോസ്ഡ് ഐയിൽ മെഡിറ്റേഷൻ ചെയ്യാമല്ലോ. ഹാഫ് ക്ലോസ്ഡ് ഐയിൽ മെഡിറ്റേഷൻ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കും. ഹാഫ് ക്ലോസ്ഡ് ഐയിൽ മെഡിറ്റേഷൻ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസ് ആണാവും. എന്തോന്ന് സോ മെഡിറ്റേഷനിൽ ഇങ്ങനെ 3 അതിൽ സയൻറ്റിഫിക്ക ഓപ്പൺ ഐ മെഡിറ്റേഷൻ ആക്ടിവേറ്റ്സ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അത് മാസ്റ്റർ ഗ്ലാൻഡ് ഫോർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഹാഫ് ക്ലോസ്ഡ് കണക്ട്സ് വിത്ത് ഹൈപ്പോതലാമസ് which is connected to parasympathetic nervous system and pineal gland ശിവപീഠം കണ്ണ മൂടിയാൽ വരും. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേഷന് കണ്ണ് മൂടിയിട്ടുള്ള ധ്യാനമാണ് ആവശ്യം. അപ്പോൾ കണ്ണ മൂടിയിട്ടുള്ള ശരി. ഈ എനർജി നമ്മൾ മൂലാധാരത്തിൽ നിന്ന് എനർജിയെ ആജ്ഞയിൽ കൊണ്ടുപോകും, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു നാഡിയുണ്ട്. ആ നാഡിയുടെ പേര് സുരാനാഡി. എന്തോന്ന്? സുരാനാഡി.
ഈ സുരാനാഡിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വർമ്മ ബുക്കുകളിലുമുണ്ട്, ശരയോഗയിലും ഉണ്ട്. എന്തോന്ന്? സോ തേർഡ് ഐ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഐ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ചുമ്മാ ഒരു കമേഴ്ഷ്യലാ ഒന്ന് രണ്ട് പേര് കേരളത്തിൽ ചെയ്യുന്ന അതല്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ശിവയോഗ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ശരയോഗ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ശിവയോഗ, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ശരയോഗ ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് വർമ്മ ലിറ്ററേച്ചർ. എന്തോന്ന്? വർമ്മ ട്രെയിനിങ്. അപ്പം അതിലെന്ത് സുരനാഡി എന്തെന്ന് വെച്ചാൽ എനർജിയെ അതിന് രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട്. ഒന്ന് അകത്തോട്ട് എനർജി അയക്കാൻ പറ്റും അതിന്, ಇನ್ನೊಂದಿനെ അത് പുറത്തോട്ട് അയക്കാൻ പറ്റും. അകത്തോട്ട് അയച്ചാൽ അത് തേർഡ് ഐ ആക്ടിവേഷൻ, പുറത്തോട്ട് അയച്ചാൽ അതിൻ്റെ പേര് നോക്ക് വർമ്മം. നോക്ക് വർമ്മം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രകാശം ഗുരുക്കൾ അതിന് ഫേമസ് ആണ്. പ്രകാശം ഗുരുക്കൾ ശിവയോഗ പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങേര് നോക്ക് വർമ്മം ചെയ്യുന്നുണ്ട്. അങ്ങേര് അത് പാർട്ട് ഓഫ് ശിവയോഗ. അങ്ങേര് അഗസ്ത്യരെ വെച്ച് പൂജ ചെയ്യുന്ന നോക്ക് വർമ്മതിലുള്ള എക്സ്പെർട്ടാണ്. അങ്ങേര് 80 വയസ്സ് കഴിഞ്ഞു. അങ്ങേര് പറയുന്നു 45 ഇയേഴ്സിൻ്റെ മേലെ ഇത് ട്രെയിനിങ് എടുത്താണ് ഇങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള വീഡിയോ ഡെമോ ഒക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ഈവൻ ഫോറിനേഴ്സ് പലരും വന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ എനർജി സുരാനാഡിയെ ഓൺ ചെയ്യണം എന്നുള്ള ടെക്നിക്സ് നമുക്ക് വേണം. അപ്പോൾ സുരാനാഡി ആക്ടിവേഷൻ ഇന്ന് ചെയ്യുകയാണ് നമ്മൾ. സുരാനാഡി ആക്ടിവേഷൻ ചെയ്താൽ മാത്രമേ ഇതാകും. സുരാനാഡിയുടെ ഇമ്പോർട്ടൻസ് ശിവയോഗയിലും ശക്തിപാത യോഗയിലും ശരയോഗയിലും വർമ്മങ്ങളിലും പറയുന്നുണ്ട്. വർമ്മം എന്ന് പറയുന്നത് ഹൈ ലെവൽ ശിവയോഗ. ഓക്കെ, ഇതിൽ ഇത്രയും പറയുന്നുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് വന്ന് ഇന്നത്തെ പ്രാക്ടിക്കലിൽ പറയുന്നത്. അപ്പോൾ ഈ ടെക്നിക്ക് ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് മാറ്റർ. അത് വന്ന് തേർഡ് ഐ ആക്ടിവേഷൻ ഒരു സയൻറ്റിഫിക് മാറ്ററാണ്. സയൻറ്റിഫിക്കായിട്ട് ഇത് ചെയ്യും. അപ്പോൾ ഈ പരീക്ഷകൾ ചെയ്താൽ തന്നെ ഓപ്പൺ ആവും. എല്ലാവർക്കും ഓപ്പൺ ആകുമോ എന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. എല്ലാവർക്കും ഓപ്പൺ ആകുമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഓപ്പൺ ആവില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഇതൊക്കെ ഓപ്പൺ 6 അത്തുവ എന്ന് പറയും. അത്തുവ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത്തുവ എന്ന് പറഞ്ഞാൽ അതൊന്ന് കലൈ 64, ഭുവനം 224, അതുപോലെ ഇത് മന്ത്രം വന്നം, ഇങ്ങനെ ഒരു 6 ഉണ്ട്. ഈ 6 ഓപ്പൺ ചെയ്താലേ ഞങ്ങൾക്ക് തേർഡ് ഐ ആക്ടിവേഷൻ ആകും. അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാരബ്ധം. എന്തോന്ന്? പ്രാരബ്ധമാണ്. അപ്പോൾ കുണ്ടലിനി റേസ് ആണെങ്കിലും ഓൾഡ് കർമ്മ പ്രാരബ്ധം കോപ്പറേറ്റ് ചെയ്യണം. ഇതിലും വന്ന് തേർഡ് ഐ ആക്ടിവേഷനും പ്രാരബ്ധം വന്ന് ബ്ലോക്ക് ചെയ്യാതെ ഓപ്പൺ ചെയ്യാൻ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന മന്ത്രദീക്ഷ. എന്താണ്? ഗുരുവിൻ്റെ അടുത്ത് കിട്ടുന്ന മന്ത്രദീക്ഷ. കാരണം മന്ത്രം നിങ്ങൾക്ക് ബുക്ക് വായിച്ചാൽ അറിയാമല്ലോ. ബുക്ക് വായിച്ചാലും മന്ത്രം കിട്ടും. പക്ഷെ ഗുരുവിൻ്റെ പറയുന്നത് ഗുരുവിൻ്റെ സൗണ്ടും മന്ത്രവും ഗുരുവിൻ്റെ സൗണ്ടും രണ്ടും ചേർന്ന് നിങ്ങളുടെ കാതിൽ കയറണം. എന്നാലേ അതാണാവും.